ഇപ്പോൾ രാവിലെ എനിക്ക് മമ്മീനെ തപ്പാണെങ്കിൽ നമ്മളെല്ലാവരും മിക്കതായിട്ട് കാണാൻ മമ്മി അടുക്കളയിലായിരിക്കും. സോ അതിനപ്പുറത്ത് റേഡിയോ മാംഗോൻ്റെ എന്തെങ്കിലും കേട്ടിരിക്കണ്ടാവും, ഒന്നെങ്കിൽ സംസാരിച്ചിരിക്കണതോ പാട്ടുകളോ. സോ ഇന്ന് ഞാൻ റേഡിയോ മാംഗോ 2 ആർജയുടെ കൂടെ സംസാരിക്കാൻ പോവാണ്. കോളേജിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. 5 പേരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ ഞാനാണ്. സോ നല്ല ടെൻഷൻ ഉണ്ട്. അടിപൊളിയാക്കണം, പരിപാടി അടിപൊളിയാക്കണം. അപ്പോൾ സെറ്റാക്കണം. അങ്ങനെ കോളേജിൽ കയറിയിട്ട് ഡിസ്കഷൻ ആയിട്ടാ എന്തായിരിക്കും ആർജെ ചോദിക്കുക, എന്ത് ടോപ്പിക്കായിരിക്കും. സംഗതി കോളേജിന് വേണ്ടിയിട്ടാണ്, അതിന് എങ്ങനെയൊക്കെ നന്നായി പറയാന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് എല്ലാവരും കൂടി. അങ്ങനെ സാറ് കുറച്ച് ഐഡിയാസ് ഒക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തു കേട്ടാ. ഗൈസ് അങ്ങനെ റേഡിയോ മാംഗോന്റെ ടീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഷൂട്ടിന് നേരെ കയറിയിട്ടാ. അതിന്റെ ഇടയ്ക്ക് സാറ് പറഞ്ഞു എന്തായാലും തുടങ്ങല്ലേ, ചായ കുടിച്ചിട്ടാവും തുടക്കം എന്നുള്ളത്. ഞാൻ ചായ കുടിക്കില്ല, ബ്ലാക്ക് ടീ മാത്രം. കട്ടൻ ചായ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പോയത് കവിപ്രതിഭയും ലൈബ്രറി ആട്ടാ. ലൈബ്രറിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കവിപ്രതിഭയിൽ പോയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞ് ഫണ്ണാക്കി അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. സത്യം പറഞ്ഞാൽ പരിപാടി അടിപൊളിയായിരുന്നു, നല്ല ഫണ്ണായിരുന്നു, എല്ലാവർക്കും എന്താ പറയാ ഇഷ്ടാവുകയും ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ആർജയ്ക്ക് നമ്മൾ ബാഗ് കൊടുത്ത് വിട്ടുട്ടാ. അങ്ങനെ ആർജെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ അത് വാച്ച് ചെയ്യാനാണ് ഇത്ര ആൾക്കാരോട് നിൽക്കണേ. സംഗതി കുറച്ച് ലാഗ് അടിപ്പിച്ചു, എന്നാലും പരിപാടി കുഴപ്പമില്ലായിരുന്നു. ഇറ്റ്സ് ഫോർ ഫൺ, നല്ല രസമുണ്ടായിരുന്നു.